അനിലേട്ടാ നമസ്കാരം. നമസ്തേ. നമസ്തേ. അനിലേട്ടാ, ഒരു വിവാദ വിഷയം ഇന്ന് ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ കുറേ നാളായിട്ട് ഹിന്ദു സംഘടനകളും ചില രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആരോപിക്കുന്നുണ്ട്, കേരളത്തിൽ മത കോടതി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമുള്ള ചില കോടതികളൊക്കെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. ഇത് അതേസമയം മുസ്ലിം സംഘടനകൾ അങ്ങനെയൊന്നുമില്ല, ഇത് ഇസ്ലാമോഫോബിയ പടർത്താൻ വേണ്ടി എതിരാളികൾ ഉന്നയിക്കുന്ന ആക്ഷേപമാണ് എന്നവരും വിശദീകരിക്കുന്നു. ഇതേക്കുറിച്ച് വിശ്വഹിന്ദു പരിഷത്ത് എന്തെങ്കിലും പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്? എന്താണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്? അങ്ങയുടെ വ്യക്തിപരമായ അന്വേഷണത്തിൽ ഇതേക്കുറിച്ച് എന്തെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ഈ എല്ലാത്തിനെയും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു നയം ഇന്ന് കേരളത്തിൽ വളരെ വ്യാപകമായി മാറിയിരിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോഴും സത്യം പറയുമ്പോഴും ഒക്കെ അതൊക്കെ ഇസ്ലാമോഫോബിയ എങ്ങനെയാകുന്നതെന്ന് എനിക്കറിയില്ല. ഈ വിഷയം സമാന സ്വഭാവത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. താങ്കളുടെ ചോദ്യം വളരെ വ്യക്തമാണ്. പക്ഷെ നമ്മൾ ഒന്ന് രണ്ട് ചെറിയ ഇതിന്റെ ഒരു ഞാൻ അതിനെപ്പറ്റി കൃത്യമായ ഉത്തരം പറയാം. പക്ഷെ അതിന് മുന്നോടിയായി നമ്മൾ ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അടുത്ത കാലത്ത് ഏകദേശം ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ താനൂർ MLA ആയ KT ജലീൽ, നമ്മൾക്കറിയാം, മന്ത്രിയായിരുന്നു അദ്ദേഹം ഈ സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ട മുസ്ലിങ്ങൾ അത് മതവിരുദ്ധമല്ല എന്ന് വിശ്വസിക്കുന്നു എന്നും ആയതിനാൽ കാളിമാർ എന്ന് വെച്ചാൽ മത നിയമം ഉണ്ടാക്കുന്ന പണ്ഡിതരെയാണ് പറയുന്നത്, കാളിമാർ സ്വർണ്ണക്കടത്തിനെ വിലക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം ഉദ്ദേശിച്ച കാളി എന്ന് പറയുന്ന പാണക്കാട് തങ്ങളാണ്. രാഷ്ട്രീയപരമായി ഇപ്പൊ 2 ധ്രുവങ്ങളിൽ നിൽക്കുകയാണെങ്കിലും മത നിർമ്മാണം നടത്താൻ അധികാരമുള്ള പണ്ഡിതനായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് അപ്രകാരം പറയുന്നതെന്നും ജലീൽ പറഞ്ഞിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പേര് കേൾക്കുമ്പോൾ ബോർഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയുന്ന പോലെ ആവും എന്ന് കരുതരുത്. അത് തീർത്തും ഒരു NGO ആണ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. 1973 ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച ഒരു സംവിധാനമാണ് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്ന സംവിധാനം. അതിപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഈ രാജ്യത്ത് ശരീഅത്ത് നിയമങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ആ സംഘടനയുടെ, ആ NGOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവരതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും നവംബർ മാസത്തിൽ ബാംഗ്ലൂരിൽ പോലും ഒരു 2 ദിവസത്തെ സമ്മേളനം ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡിന്റെ, മുസ്ലിം ലോ ബോർഡിന്റെ നടക്കുകയുണ്ടായി. എന്തിനാണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന വഖഫ് ഭേദഗതി നിയമങ്ങളെ പറ്റി ശക്തിയുക്തം എതിർക്കാൻ വേണ്ടിയായിരുന്നു അത്. ഇനി ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഈ ശരീഅത്ത് നിയമപ്രകാരം മുസ്ലിം സമുദായത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള, എന്ന് വെച്ചാൽ ഖുറാനോളം തന്നെ പഴക്കമുള്ള ഒരു നിയമ സംവിധാനം, ഒരു കോടതി സംവിധാനത്തിന് പറയുന്ന പേരാണ് ദാറുൽ ഖാസ എന്നാണ് അതിന് പറയുന്നത്. ദാറുൽ ഖാസ എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള തർക്കങ്ങൾ, പ്രത്യേകിച്ച് വൈവാഹികമായ തർക്കങ്ങള്, സ്വത്തുപരമായ തർക്കങ്ങള്, പിന്തുടർച്ചാവകാശപരമായ തർക്കങ്ങള്, ചെറിയ ചെറിയ ക്രിമിനൽ തർക്കങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ദാറുൽ ഖാസ. ഇത് കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ആരില്ല എന്ന് പറഞ്ഞാൽ പോലും ശക്തവും വ്യക്തവുമായ തെളിവുകൾ കേരള നിയമസഭയുടെ രേഖകളിലുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ദിവസം ഉൾപ്പെടെ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, കുറെ നാളിന് മുമ്പ് മരണമടഞ്ഞ നിലമ്പൂരിലെ MLA ആണ് ശ്രീ ആര്യാടൻ മുഹമ്മദ്. കോൺഗ്രസിന്റെ മതേതര മുഖം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം. 2010 ജൂലൈ മാസം 27-ാം തീയതി ചൊവ്വാഴ്ച, താങ്കൾ ആ ഡേറ്റ് വളരെ വ്യക്തമായി ശ്രദ്ധിച്ചോളൂ, ഞാൻ പറയുന്നതിന്റെ ആധികാരികത. 2010 ജൂലൈ മാസം 27-ാം തീയതി ചൊവ്വാഴ്ച കേരള നിയമസഭയിൽ ശ്രീ ആര്യാടൻ മുഹമ്മദ് ഒരു ചോദ്യം ചോദിച്ചു. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. ചോദ്യം ഇതായിരുന്നു: കേരളത്തില് മത കോടതികൾ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം, ചോദ്യം ചോദിച്ച കോൺഗ്രസ് നേതാവും ഉത്തരം പറഞ്ഞ CPM-ന്റെ നേതാവും. ഈ 2 കൂട്ടരാണ് കേരളത്തിൽ ഇസ്ലാമോഫോബിയ, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പരത്തുന്നു എന്ന് പറഞ്ഞു വരുത്തുന്നത്. ആ ചോദ്യത്തിന് നമുക്കറിയാം ഒരു വിവാദം ഉണ്ടാക്കുന്ന ചോദ്യമാണ്. എന്തുത്തരം പറഞ്ഞാലും അത് വളരെ കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളെ പറ്റി ബോധവാനായിരിക്കുമല്ലോ ആഭ്യന്തരമന്ത്രി. തീർച്ചയായിട്ടും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 2009 മലപ്പുറത്ത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന
മുഹമ്മദ് ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഡൽഹിയിൽ നിന്ന് വന്ന് ഞാൻ പറഞ്ഞ ഈ കോടതി, മുസ്ലിം കോടതി ഉദ്ഘാടനം ചെയ്തു എന്ന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? കേരള നിയമസഭയുടെ രേഖകൾ നോക്കൂ. കേരളത്തിൽ അക്കാലത്തെ മാധ്യമങ്ങൾ എത്രമാത്രം ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന് വളരെ വ്യക്തമായി ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായ മറുപടിയാണ്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത്, ചൂണ്ടിക്കാണിച്ചത് തെളിവ് സഹിതമാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇത് മുസ്ലിങ്ങൾക്കിടയിലെ അങ്ങ് പറഞ്ഞതുപോലെ സിവിൽ തർക്കങ്ങൾ, ഈ വിവാഹബന്ധത്തിലെ പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ വിവാഹമോചനം സംബന്ധിച്ച കാര്യങ്ങൾ, അതുപോലെയുള്ള അവരുടെ സ്വത്ത് തർക്കം, അതിര് തർക്കം, മുസ്ലിങ്ങൾ തമ്മിൽ, മുസ്ലിം വിഭാഗത്തിനുള്ളിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി അവർ രൂപീകരിച്ച ഒരു സംവിധാനം ആയി ഇതിനെ കണ്ടുകൂടെ? ഇതിനകത്ത് മറ്റെന്തെങ്കിലും അപകടമുണ്ടോ? ഇപ്പോൾ ഈ വിഷയത്തിൽ ഇത് ഒരു മുസ്ലിമും മുസ്ലിം അല്ലാത്ത ഒരാളും തമ്മിലുള്ള വിഷയങ്ങളിൽ ഈ കോടതി ഇടപെടുമോ? അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായി അതൊരു സാമൂഹ്യ പ്രശ്നമായി അല്ലെങ്കിൽ അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി അത് മാറിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഇത് മുസ്ലിങ്ങൾ തമ്മിലുള്ളതാണെങ്കിൽ അതിന് വലിയ അതിലൊരു അപകടമുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഉണ്ടല്ലോ, അപകടമുണ്ട്. നമ്മളുടെ ജനാധിപത്യ രാജ്യം ഒരു നിയമവ്യവസ്ഥയുള്ള രാജ്യമാണ്. വ്യക്തിപരമായ ചില പേഴ്സണൽ ലോസ് ഒഴിച്ച് എല്ലാ നിയമങ്ങളും എല്ലാവർക്കും തുല്യമായ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന രാജ്യം കൂടിയാണ്. മുസ്ലിങ്ങളുടെ ഇടയിലെ തർക്കം പരിഹരിക്കാൻ പോലുമുള്ള അധികാരം രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഈ ദാറുൽ ഖാസ എന്ന് പറയുന്ന കോടതി സംവിധാനത്തിനില്ല. നമ്മളത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, മുസ്ലിം വിഭാഗത്തിലെ രണ്ടു കൂട്ടർ മാത്രമേ സ്വാഭാവികമായ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഈ മതകോടതിയെ സമീപിക്കുകയുള്ളൂ. അത് സത്യമാണ്. വേറെ മതക്കാരതിൽ പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. 2024 ജൂലൈ മാസത്തില് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. വിധി ഇതായിരുന്നു: വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ക്രിമിനൽ നടപടി നിയമത്തിലെ പഴയ CRPCയിലെ 125 വകുപ്പ് അനുസരിച്ച് ഭർത്താവിൽ നിന്ന് ജീവനാംശത്തിന് അവകാശമുണ്ട്. ജസ്റ്റിസ് നാഗരത്നയുടെ, ജസ്റ്റിസ് ജോർജ് മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ഒരു 2 അംഗ ബെഞ്ചിന്റെ വിധിയാണ് വന്നത്. ആ വിധിയെ ആദ്യമായിട്ട് ശക്തിയുക്തം എതിർത്തത് ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു കഴിവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുമുള്ള ഒരു സ്ത്രീ സമാന സ്വഭാവത്തിലുള്ള ഒരു കേസുമായിട്ട് ഈ ദാറുൽ ഖാസയെ സമീപിക്കുകയാണെങ്കിൽ അവരുടെ തീരുമാനം എന്തായിരിക്കും? രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായ ഒരു തീരുമാനമല്ലേ അവരെടുക്കത്തുള്ളൂ. ഒരു സാധാരണക്കാരിയായ സ്ത്രീ അത് അനുസരിച്ചുകൊണ്ട് വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ച. കാരണം മതപണ്ഡിതന്മാരായ നിയമവിദഗ്ധർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തികളുടെ ആ ഉത്തരവിനെ ചോദ്യം ചെയ്യാനോ അതിനെ തർക്കുത്തരം പറയാനോ മറുപടി പറയാനോ കഴിവും പ്രാപ്തിയും ഇല്ലാത്ത സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ അവസ്ഥ, ഇത് രാജ്യത്തുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. സുപ്രീം കോടതി പലതവണയും ഈ കോടതി സംവിധാനം നിയമവിരുദ്ധമാണ്, അവർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ സാധാരണ ജനങ്ങൾക്ക്, ആൾക്കാർക്ക് ബാധകമല്ല എന്ന് പലതവണ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഉണ്ടായിട്ട് പോലുമാണ് ഈ മതേതരത്വം അല്ലെങ്കിൽ ജനാധിപത്യത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് വലിയ കഴിവും പ്രാപ്തിയുമുള്ള കേരളം പോലുള്ള സംസ്ഥാനത്ത് പോലും ഈ കോടതി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ വളരെ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. അങ്ങയുടെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ പഠനത്തിൽ കേരളത്തിൽ അത്തരത്തിലുള്ള എത്ര കോടതികൾ പ്രവർത്തിക്കുന്നുണ്ടാകും? ഒരു ഏകദേശ കണക്കെങ്കിലും പറയാമോ? അത് ഒരു മുഴുവൻ കേരളത്തിലും ഇപ്പം മലബാർ ഒരു പ്രദേശമായിട്ട് നമ്മൾ കാണാറുണ്ട്, തിരുവിതാംകൂറും കൊച്ചിയും ചേർത്തൊരു പ്രദേശമായിട്ട് കാണാറുണ്ട്. മൊത്തത്തിൽ എത്ര കോടതികൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? അങ്ങേക്കൊരു ഏകദേശ കണക്കെങ്കിലും പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇത് വളരെ രഹസ്യാത്മകമായിട്ടും ഒരു തീവ്രവാദ സ്വഭാവത്തോടു കൂടിയൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. കൃത്യമായ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷെ ചില കഥകൾ കേൾക്കുമ്പോഴും ചില പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴും ഈ ജോസഫ് സാറിന്റെ കൈ വെട്ടി അല്ലെ കാല് വെട്ടിയ ആ സംഭവത്തിൽ പോലും ഇത്തരത്തിലുള്ള ദാറുൽ ഖാസയുടെ ഒരു തീർപ്പ് ഉണ്ടായിരുന്നു. ആ തീർപ്പിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മതകോടതി നിശ്ചയിച്ച ശിക്ഷയായിട്ടാണ് അക്കാലത്ത് അതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞത്. താങ്കൾ ഒരു പത്രപ്രവർത്തകനാണ്, താങ്കളും അതിനെപ്പറ്റിയൊക്കെ കേൾക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അപ്രകാരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ എണ്ണം നമുക്കറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പുവരുത്താം, ഈ അഭിഭാഷക മേഖലയിലുള്ള മുതിർന്ന അഭിഭാഷകരോട് ചോദിക്കുകയാണെങ്കിൽ
മുസ്ലിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇന്ന് കോടതികളിൽ വളരെ വളരെ കുറവാണ് എത്തിച്ചേരുന്നത് എന്നുള്ളൊരു വസ്തുത ചില അഭിഭാഷക സംഘടനകൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ദാറുൽ ഖാസ എന്ന് പറയുന്ന കോടതി സംവിധാനത്തിൽ കൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്രകാരം സംഭവം. കൃത്യ എണ്ണം പറയാൻ സാധിക്കില്ല, പക്ഷെ കേരള നിയമസഭയുടെ രേഖകളിൽ കൃത്യമായിട്ട് ഈ കോടതി സംവിധാനം പ്രവർത്തിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ അറിവ് പകരുന്നതാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെ കുറിച്ച് പോലും വലിയ തെറ്റിദ്ധാരണയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇതൊരു സർക്കാർ അംഗീകൃത ഏജൻസിയാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് എന്ന ധാരണയാണ് പൊതുവേ ഉള്ളത്. എന്തായാലും അതങ്ങനെയല്ല, അതൊരു NGO ആണ് എന്ന് അങ്ങ് വ്യക്തമാക്കി തന്നു. അതുപോലെ തന്നെ കേരള നിയമസഭയിലെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഈ മതകോടതിയുടെ നിലനിൽപ്പും അതിൻ്റെ പ്രവർത്തനവും വിശദീകരിച്ചത്. ഇത്തരം വിഷയങ്ങളിൽ ആധികാരികമായി വിവരങ്ങൾ നൽകുന്നതിൽ അങ്ങേക്ക് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കും. ശരി, വളരെ സന്തോഷം.